ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകത്തിൻ്റെ മൂന്നാമത്തെ പാർട്ട് ആണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഫ്രൂട്ട്സ്, ബോട്ടിൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ബാക്കി ടെക്സ്റ്റുകളും മറ്റും ചേർക്കുന്നതാണ്. ടെക്സ്റ്റുകളും മറ്റും ചേർത്ത അവസാനം ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാം, ഇവിടെ ടെക്സ്റ്റുകൾ 1, 2, 3, 4 ടെക്സ്റ്റുകൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇവിടെയും ഒരു റെക്റ്റാങ്കിൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു സർക്കിൾ 1, 2, 3 സർക്കിളുകളും ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമുക്കിവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നുള്ള ഒരു ടെക്സ്റ്റാണ് വരേണ്ടത്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ചേർക്കുന്നതിന് വേണ്ടി ഈ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ടൂളുകളുടെ ഒരു പ്രത്യേകത, ഇത് പ്രത്യേകിച്ച് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നത് ഓരോ ലെയറുകളിലായിട്ടായിരുന്നു. പക്ഷേ ടെക്സ്റ്റ് അങ്ങനെ അത്തരത്തിലൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. അത് ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അത് പ്രത്യേകമായി ലെയറുകളായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോണ്ടുകൾ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് എടുക്കുന്നത്. ഇതുപോലെ സൈസ് 62. അതുപോലെ കളർ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. കളറ് വൈറ്റ് കളറാണ്. ഇപ്പോൾ ഫോണ്ട് സൈസ് കളറ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ നിന്നും മാറ്റാം. ടെക്സ്റ്റ് ടൂൾ മാറ്റുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് സെലക്ഷൻ പോകുന്നതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നീങ്ങി പോവുക. ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ തന്നെ സെലക്റ്റായി വരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അത് മൂവ് ചെയ്ത് ഒരല്പം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനൊരു നിഴൽ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. 2 തരത്തിലാണ് നിഴലുകൾ കൊടുക്കുക. ഇതിൻ്റെ ആദ്യത്തെ ഒരു ടെക്നിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഈ ലെയറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് കാണാം. ഇപ്പോൾ 2 ലെയറുകൾ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ താഴെയുള്ള ലെയറും ആണ് നമുക്ക് ബ്ലാക്ക് കളറിലേക്കൊന്ന് മാറ്റി അതൊന്ന് ബ്ലർ ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുകളിലുള്ള ലെയർ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ ആ ഒരു ലെയറാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ആ ലെയറിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യുന്നതിന് ഈ ടെക്സ്റ്റ് ടൂൾ തന്നെ എടുക്കുന്നു. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുഴുവനായും നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കവിടെ കളറ് ബ്ലാക്കിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് കളറ് ബ്ലാക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതിനൊന്ന് ബ്ലർ ചെയ്യിപ്പിക്കണം. ബ്ലർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിൽറ്റേഴ്സിലെ ബ്ലർ എന്നതിന് താഴെയുള്ള ഈ ഗോഷ്യൻ ബ്ലർ എന്നത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതൊരു ബ്ലറായി വന്നിട്ടുണ്ട്. നമുക്കത് ആവശ്യാനുസരണം വേണമെങ്കിൽ അതിൻ്റെ സൈസും XY ഒക്കെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയർ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ അത് നിൽക്കുന്നുണ്ട്. നമുക്കത് ഒരല്പം ഒന്ന് നീക്കി വെക്കാം. ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലെയർ തന്നെയാണ് സെലക്ഷൻ നിൽക്കുന്നത്. ഈ ലെയറിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് മൂവ് ചെയ്യാം. അപ്പോൾ ആ ലെയർ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ നിഴൽ പുറകിൽ വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ട അതിൻ്റെ താഴെ ഒരു റെക്റ്റാങ്കിൾ, വൈറ്റ് കളറിലുള്ള ഒരു റെക്റ്റാങ്കിളാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി മറ്റൊരു ലെയർ വീണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് നമുക്ക് റെക്റ്റാങ്കിൾ എന്ന പേര് കൊടുക്കാം. ഇപ്പോൾ ഒന്നിലധികം റെക്റ്റാങ്കിൾ വേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ 1 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിൾ ആ ലെയറിലേക്ക് വരയ്ക്കുന്നതിന് വേണ്ടി ഈ സെലക്ഷൻ ടൂളിലെ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂളാണ് എടുക്കുന്നത്. റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം.
റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്കിനി അതിനുള്ളിലേക്ക് വൈറ്റ് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കളറ് വൈറ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നു. വൈറ്റ് അല്ല എങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വൈറ്റ് കളർ കൊണ്ടുവരാം. അതിനുശേഷം ഇവിടെ ഫിൽ ടൂൾ, ബക്കറ്റ് ഫിൽ ടൂള് സെലക്ട് ചെയ്യുന്നു. ഇതിനുള്ളിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറ്റ് കളർ വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ വൈറ്റ് കളറിൻ്റെ ആ ഒരു റെക്റ്റാങ്കിളിനും അതിനും ഒരു നിഴൽ വരുന്ന ഒരു ഫീല് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഫ്രൂട്ട് ഫെസ്റ്റിൽ നിഴൽ കൊടുത്ത അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. നമുക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ കൂടെ തയ്യാറാക്കാം. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു റെക്റ്റാങ്കിൾ 2 എന്ന തരത്തിൽ ഒരു റെക്റ്റാങ്കിൾ കൂടെ നമ്മൾ വരയ്ക്കുകയാണ്. അതിനുശേഷം ഈ സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിനുള്ളിലേക്ക് നമ്മൾ ബ്ലാക്ക് കളറാണ്, ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബ്ലാക്ക് കളറാണ്. ഈ ബ്ലാക്ക് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ബക്കറ്റ് ഫിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് ഇപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. താഴേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്കിവിടെ ഈ ഡൗൺ ആരോ ഉപയോഗിക്കാം. ഈ ലെയർ ഡൗൺ ചെയ്യുന്ന ഈ ആരോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബാക്ക് സൈഡിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗേഷ്യൻ ബ്ലർ കൊടുക്കണം. അതിന് മുമ്പ് ഈ സെലക്ഷൻ ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. സെലക്ട് നണ്ണ് കൊടുക്കുന്നു. ഇനി അതൊന്ന് ബ്ലർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഫിൽറ്റേഴ്സിലെ ബ്ലർ എന്നതിലെ ഗേഷ്യൻ ബ്ലർ എടുത്തതിന് ശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതൊരു ബ്ലറായി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ റെക്റ്റാങ്കിളിന് മുകളിലേക്ക് ഈറ്റ് വെൽ ലൈവ് വെൽ എന്നുള്ള ആ ഒരു ടെക്സ്റ്റാണ് നമുക്ക് ചേർക്കേണ്ടത്. ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് ചേർക്കുക എന്നുള്ളത് പരിശോധിക്കാം. അതിന് വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂള് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സൈസ് ഒരു 25 കൊടുക്കുന്നു. അതുപോലെ കളർ ഒരു ലൈറ്റ് കളറാക്കി നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിതിലേക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് സെലക്ഷൻ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്കൊന്ന് മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. പിന്നെ ആ ഒരു ടെക്സ്റ്റ് ചേർത്തിട്ട് നമുക്കിനി വേണ്ടത് ഈ ബോട്ടിലുകൾക്കൊരു നിഴൽ കൊടുക്കുന്ന ഒരു ഫീലിംഗ് നന്നായിരിക്കും. ഇപ്പോൾ ബോട്ടിലുകൾക്ക് അതിൻ്റെ ഒരു നിഴൽ ഫീലിംഗ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ബോട്ടിൽ എന്നുള്ള ആ ഒരു ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം മറ്റൊരു തരത്തിൽ നിഴൽ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഫിൽറ്റേഴ്സിൽ തന്നെ ലൈറ്റ് ആൻഡ് ഷാഡോ എന്നുള്ളതിന് താഴെ ഡ്രോപ്പ് ഷാഡോ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഒരു ഷാഡോ വരുന്നതായിട്ട് കാണാം. നമുക്ക് ആവശ്യാനുസരമാണെങ്കിൽ ഷാഡോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ഇവിടെ നിന്നും ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ബോട്ടിലും സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ഫിൽറ്റേഴ്സിലെ ലൈറ്റ് ആൻഡ് ഷാഡോയിൽ നിന്നും ഡ്രോപ്പ് ഷാഡോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരു നിഴലവിടെ വരുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്വശത്തൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിന് വീണ്ടും മറ്റൊരു ലെയർ സെലക്ട് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ റെക്റ്റാങ്കിൾ 3 എന്ന് കൊടുക്കാം. ശേഷം ഓക്കെ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. അതിനുശേഷം ഇതിനുള്ളിലേക്ക് വൈറ്റ് കളറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പോൾ താഴെ വൈറ്റ് കളർ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് ഫോർഗ്രൗണ്ട് കളറിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ ഒരു ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കളർ ചേഞ്ച് ചെയ്ത് മുകളിലേക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ബോട്ടിൽ പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഈ ചിത്രങ്ങൾക്കൊക്കെ തന്നെ പുറകിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ അപ്പ് ആരോ ഡൗൺ ആരോ ഇത് ഏതാണ് അനുയോജ്യമായ തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് താഴേക്കാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അത് പുറകിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രങ്ങളെല്ലാം തന്നെ ആ ഒരു റെക്റ്റാങ്കിളിന് മുകളിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സർക്കിൾ ടൂള് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ സർക്കിൾ ടൂൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നേച്ചർ ക്ലബ്ബ് GHSSക്കൊപ്പം അതുപോലെ 2 സർക്കിളുകളും കൂടെ ചേർക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ഒരു ലെയർ എടുക്കുന്നു. ആ ലെയറിന് സർക്കിൾ എന്ന പേര് കൊടുക്കുകയാണ്. ശേഷം സർക്കിൾ 1 നമ്മളിവിടെ 3 സർക്കിൾ ഉള്ളതുകൊണ്ട് സർക്കിൾ 1 എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഈ സെലക്ഷൻ ടൂളിലെ എലിപ്സ് സെലക്ട് എന്നുള്ളത് എടുക്കുന്നു. എലിപ്സ് സെലക്ട് എടുത്തതിന് ശേഷം നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. നമ്മൾ സർക്കിൾ വരച്ചു. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്ത് ആ ഒരു സർക്കിൾ വരച്ചാൽ മതിയാവും. നമുക്കിനി അതിനുള്ളിലേക്ക് ഒരു ലൈറ്റ് കളറായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ഒരു കളറാണ് അതിലേക്ക് ചേർക്കുന്നത്. കളറ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ബക്കറ്റ് ഫിൽ ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്ന. ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ളിലേക്കൊന്ന് കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയും ആ ഒരു ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലെയർ ഒരല്പം കൂടി പുറകിലേക്ക് ഈ ഒരു വൈറ്റ് റെക്റ്റാങ്കിളിന് പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ ഡൗൺ ചെയ്ത് നമുക്കത് പുറകിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് സെലക്ഷൻ ഒന്ന് ഓഫ് ചെയ്യാം. സെലക്റ്റിലെ നൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ ഓഫായി വരുന്നുണ്ട്. നമുക്കിനി വേണ്ടത് ഇവിടെയും ഇതിൻ്റെ മുകൾ ഭാഗത്ത് 2 സർക്കിളുകൾ കൂടെ വേണം. വീണ്ടും നമുക്ക് സർക്കിൾ ലെയർ സെലക്ട് ചെയ്യാം. സർക്കിൾ 2 എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുള്ളിലേക്ക് നമ്മൾ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കളർ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ സെലക്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനെ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള മറ്റൊരു സർക്കിളുകൾ കൂടെ നമുക്കിവിടെ ആവശ്യമുണ്ട്. അതിന് വീണ്ടും ഒരു ലെയർ നിർമ്മിക്കുകയാണ്. സർക്കിൾ 3 എന്ന പേരിൽ ഒരു ലെയർ കൂടെ നിർമ്മിച്ച് അതിന് താഴ്വശത്തായിട്ട് മറ്റൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. വീണ്ടും ഈ എലിപ്സ് സെലക്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായൊരു വലുപ്പത്തിലേക്ക് തന്നെ അത് നമുക്ക് കിട്ടും. ഇനി ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത് കുറച്ചുകൂടി ലൈറ്റ് കളറാണ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് കളർ താഴെയുള്ളത് കൊണ്ട് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് ലൈറ്റ് കളറിലേക്ക് വരുന്നു. ഇനി നമുക്ക് ബക്കറ്റ് ഫില്ല് ഉപയോഗിച്ചുകൊണ്ട് അത് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലെയർ ആദ്യം വരച്ച ലെയറിന് താഴ്വശത്തേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇത് ലെയർ ഒന്ന് ഡൗൺ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ നണ്ണാക്കിയതിന് ശേഷം ഇതിലല്പം കൂടി മുകളിലേക്കൊന്ന് മൂവ് ചെയ്ത് വയ്ക്കാം. അടുത്തത് നമുക്കിവിടെ GHS കൊപ്പം എന്നിട്ടാണ് ഒരു ടെക്സ്റ്റാണ് വരേണ്ടത്. അതിന് വീണ്ടും ഈ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫോണ്ട് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫോണ്ടും സൈസും തന്നെയുണ്ട്. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളറ് ഈ ഒരു കളറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അല്പം കൂടെ ഡാർക്ക് കളറിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പൊസിഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് നേച്ചർ ക്ലബ്ബ് എന്നുള്ള ഒരു ടെക്സ്റ്റ് കൂടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അതിന് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ട് സെഞ്ചുറി സ്കൂൾ ബുക്ക് എൽ ബോൾഡ് എന്നുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഫോണ്ട് സൈസ് 45 എന്ന് കൊടുക്കുന്നു. അതിൻ്റെ കളർ ഒരു ലൈറ്റ് കളറിലേക്കൊന്ന് മാറ്റുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പോസ്റ്റർ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചിത്രത്തെ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് PNG ഫയലാക്കി മാറ്റാം. അതുപോലെ തന്നെ ഇതൊന്ന് സേവ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഫയൽ സേവ് ആസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ നമുക്ക് സേവ് ചെയ്യുന്നത് ഫയൽ സേവ് ആസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹോമിലെ സ്റ്റുഡൻറ്റ് വർക്ക് 10ലേക്ക് സ്റ്റുഡൻറ്റ് വർക്ക് 9ലേക്ക് നിങ്ങളുടെ ആ ഒരു ക്ലാസ്സും ഡിവിഷനും അടങ്ങിയിട്ടുള്ള ഒരു ഫോൾഡർ. ഇപ്പോൾ ക്ലാസ് 9ലെ ഡിവിഷൻ A ആണെങ്കിൽ ആ ഒരു A എന്നുള്ള ആ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്കൊന്ന് സേവ് ചെയ്യാം.
സേവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റൻഷൻ പോകരുത്, .xcf എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ പോകരുത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു ഫയൽ നമ്മളിവിടെ പ്രൊജക്റ്റ് ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു PNG ആയി സേവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഫയൽ എക്സ്പോർട്ടാസ്. അപ്പോൾ എക്സ്പോർട്ടാസ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ സേവ് ചെയ്യേണ്ട സ്ഥലം, ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് എക്സ്പോർട്ട് ഇമേജ് ചെയ്യുന്ന സമയത്ത് പോകുന്നത്. ഇവിടെ കാണാം ഹോമിനുള്ളിൽ സ്റ്റുഡൻറ്റ് വർക്ക് 9 ആണ്. അതിനുള്ളിൽ A എന്ന ഡിവിഷൻ എന്ന ഒരു ഫോൾഡറിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഫ്രൂട്ട്സ് PNG എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒന്ന് സേവ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്താൽ അതേ ഒരു സ്ഥലത്തേക്ക് തന്നെ ആ ഒരു ചിത്രം പോകുന്നതാണ്. നമുക്കിവിടെ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇപ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിൽ എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് സേവ് ചെയ്ത ആ ഒരു ഫയലൊന്ന് പരിശോധിക്കാം. ഹോമിനുള്ളിലെ സ്റ്റുഡൻറ്റ് വർക്ക് 9 എന്നുള്ളതിൽ A എന്ന ഈ ഫോൾഡറിനുള്ളിലാണ് നമ്മൾ ജിംബ് ഫയൽ പ്രൊജക്റ്റായും സേവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു PNGയും സേവ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.